ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വഴുതനങ്ങ തീയൽ വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ആ വഴുതനങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് വെള്ളത്തിലേക്കൊന്ന് അരിഞ്ഞിടണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് തീയലുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വഴുതനങ്ങ ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുവാണ് കേട്ടോ. ഇനി അതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ടോ നാലായിട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്തിടണം. വെള്ളത്തിലേക്ക് അരിഞ്ഞിടുമായിരിക്കും നല്ലത് കേട്ടോ. വെള്ളത്തിലേക്ക് അരിഞ്ഞിടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറയൊക്കെ മാറി കിട്ടും. അതിന് ശേഷം അത് കഴുകി വാരി എടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ഇത് അരിഞ്ഞിടാം കേട്ടോ. വഴുതനങ്ങ ഇതേപോലെ അരിഞ്ഞിടുക. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്, ഉള്ളിയുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഞാനിതാ അരിഞ്ഞൊരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉള്ളി അരിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 പച്ചമുളകും കൂടെ കീറിയിടാം. പച്ചമുളക് കീറിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ കീറിയിട്ടിട്ടുണ്ട് ഞാനിങ്ങനെ 2-3 എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. 2-3 കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് അടുപ്പ് കത്തിച്ച് അടുപ്പിലൊന്ന് വെച്ച് വേകട്ടെ കേട്ടോ. ഇതവിടെ ഇരുന്ന് വേകട്ടെ. അതിലേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചല്ലേ ഉള്ളൂ, ഒരെണ്ണമല്ലേ ഉള്ളൂ. അതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ 2-3 ഉള്ളി എടുത്തിട്ടുണ്ടെന്ന് വറുത്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഞാനിത് ഒരു വെളുത്തുള്ളി പൊളിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാൻ വറക്കാനായിട്ട്, തീയലിന് വറക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയാണ് കേട്ടോ. അത്രയും സാധനം അതെല്ലാം കൂടെ ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് ചീനിച്ചട്ടി ഞാൻ കത്തിച്ച അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇനി ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വറുക്കുന്നതിന് എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ ഒന്ന് വറുത്ത് കോരി എടുക്കണം. അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വറുത്ത് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ചെറു തീയിൽ വെച്ച് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ എണ്ണ ഒഴിക്കാതെയാണല്ലോ ഇത് വറുത്തെടുക്കുന്നത്. ഇനി എണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുത്തെടുക്കാവുന്നതാണ്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്, ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കരുത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ ഇല്ലാതെ നമുക്ക് വറുത്തെടുക്കാം. ഇത് തേങ്ങ ആയതുകൊണ്ട് നമ്മളിത് വറുത്തരയ്ക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ തെളിഞ്ഞ് തന്നെ വരും. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ ഇല്ലാതെ ഇത് വറുത്തെടുക്കുന്നത്. ഇങ്ങനെ എണ്ണയില്ലാതെ നമുക്ക് ചെറു തീയിൽ വെച്ച് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിതിങ്ങനെയൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്യുക കേട്ടോ. തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ഇടുക. ഇല്ലെങ്കിൽ മല്ലിയും മുളകും ഒക്കെ ഇട്ടാലും മതി കേട്ടോ. അതിൻ്റെ കൂടെ മല്ലിയും മുളകും ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, മല്ലിയും മുളകും പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ഈ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ, മഞ്ഞളും എല്ലാം കൂടെ. ഇപ്പം എല്ലായിടത്തും തന്നെ പൊടികളായതുകൊണ്ട് നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഒരു സ്പൂൺ, 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പൊടികളായതുകൊണ്ടാണ് ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. പൊടികളല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയും മുളകുമാണ് ചേർക്കുന്നെങ്കിൽ, പൊടിക്കാത്ത മല്ലിയും മുളകും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയുടെ ഒപ്പം തന്നെ ഇട്ട് വറുത്തെടുക്കണേ. ഒപ്പം തന്നെ ഇട്ട് ഇങ്ങനെ വറുത്താൽ മതി. ഇപ്പോൾ പൊടികളായതുകൊണ്ട് നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കത്തിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടി കരിഞ്ഞു പോകാത്ത വിധത്തിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം ഇച്ചിരി നേരം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണേ. കാരണം പൊടി ആയതുകൊണ്ട് കരിഞ്ഞു പോകരുത്.
ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ബൗളിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കല്ലേൽ അരച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടോടുകൂടി അരച്ചെടുക്കാവുന്നതാണ്. ഇതൊന്ന് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പുളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇനി തക്കാളിയുടെ പുളി മതിയെന്നുള്ളൊരു തക്കാളി മാത്രം ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വാളംപുളി വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ ഇതിലേക്ക്. ഞാനിപ്പോൾ തക്കാളി ഒന്ന് വേകാനായിട്ട് അടുപ്പയിലേക്കൊന്ന് വെച്ച് കൊടുക്കുവാണ്. ഇത് വെന്തിട്ട് പുളി പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ വാളംപുളി ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിനാവശ്യത്തിന് നമുക്ക് അന്നേരം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആയിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി പുളി വേണ്ടവർക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇളക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പുളിയും ഉപ്പുമൊക്കെ ഈ പറയുന്ന പോലെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി വേണ്ട, തക്കാളിക്ക് പകരം വാളംപുളി പിഴിഞ്ഞൊഴിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഉപ്പൊക്കെ മതി. ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. എപ്പോഴും നമ്മളിത് ചെയ്യുമ്പം നമ്മൾ ചെറു തീയിൽ ചെയ്യുക കേട്ടോ. അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അല്പം വെള്ളം ചേർത്ത് നമുക്ക് അരപ്പൊന്ന് കഴുകി ഒഴിക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കുക. തിളയ്ക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. ഇത് തിളയ്ക്കണമെന്നില്ല. അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ആകാം. നമ്മളിത് നന്നായിട്ട് വറുത്തതല്ലോ, അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. അതിന് ശേഷം ഇതിലേക്ക് കടുക് വറുക്കേണ്ടവർക്ക് കടുക് വറുത്തിടാവുന്നതാണ്. കടുക് വറുത്തിടേണ്ട എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്തവർക്ക് കടുക് വറുത്തിടണമെന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇരുന്നോളും. ഇതൊന്ന് ഞാനിന്ന് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കടുക് വറുത്തിടുവാണ്. അതിലേക്ക് ഞാൻ ചീനിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ടതിലേക്ക് 2-3 ഉള്ളി അരിഞ്ഞ് ഞാൻ ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2-3 ഉള്ളി അരിഞ്ഞ് നമുക്ക് ചേർക്കാം. അതിന് ശേഷം നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം മുളക് ഇടേണ്ടവർക്ക് മുളകും വേണമെന്നുണ്ടെങ്കിൽ മുളകും അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഞാൻ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിതാ ഒഴിച്ചു കൊടുത്ത് വെച്ചാണ്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് തോരനൊന്ന് വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ചീനിച്ചിട്ട് അടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ക്യാബേജിൻ്റെ കൂടെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ സബോളയുണ്ട്, 2-3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരല്പം തേങ്ങയും ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ 5-6 കുറച്ച് ഉഴുന്നാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കരിഞ്ഞു പോകരുത്, ഉഴുന്നിടുമ്പോൾ കരിഞ്ഞു പോകരുത്. അതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച്
അതിന് ശേഷം ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജും ക്യാരറ്റും കൂടെ അരിഞ്ഞ് കൊടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. തീ കുറച്ച് വയ്ക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി മൂടി വയ്ക്കാം. ഇതിനുള്ള ആവശ്യം നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി തീ കുറച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് തേങ്ങയും കൂടി ഒപ്പം കിടന്ന് വേവുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ തേങ്ങ നിങ്ങൾക്ക് അങ്ങനെ തേങ്ങ വേവണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്താലും മതി. ചെറു തീയിൽ വേണം ഇത് വെന്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാതെ ആയതുകൊണ്ട് വെക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് അടിക്ക് പിടിക്കരുതല്ലോ. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് കൊത്തി വയ്ക്കുക. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇത് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക, മറിച്ചിട്ടിട്ട്. ക്യാബേജ് വെന്തോന്ന് നമുക്ക് നോക്കാം. വെന്തിട്ടൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം ഈ സമയത്ത്. ഇല്ലെങ്കിൽ അല്പം കൂടെ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ പൊത്തി വെച്ചിട്ട് 1 മിനിറ്റ് 1 സെക്കൻഡ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തൂടെ ആവും. ഇതൊന്ന് ചിക്കി തോർത്തി നമുക്ക് ഇങ്ങനെ ഒന്ന് ഇടാം. അന്നേരം ഇത് നന്നായിട്ട് തോർന്ന് കിട്ടും. ക്യാബേജ് തോരന് ഒന്ന് ഉച്ചക്കത്തേക്കുള്ള ക്യാബേജ് തോരനും തീയലും എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കണ്ടത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാട്ടോ. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ തീയൽ വഴുതനങ്ങ തീയൽ വയ്ക്കാനും ക്യാബേജ് തോരനും ഒക്കെ നല്ലതാണ്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക കേട്ടോ. താങ്ക് യു.